ഇന്ന് നമ്മോടൊപ്പമുള്ളത് വൺ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള അബ്ദുള്ള മാളിയേക്കലാണ്. നമസ്കാരം. നമസ്കാരം. ഈർക്കിലി ഉപയോഗിച്ചുകൊണ്ട് കടലാസ് പട്ടങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് പട്ടം പറത്തലിൽ കൈറ്റ് മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താങ്കളുമായുള്ള കൂടിക്കാഴ്ച. താങ്കളിപ്പോൾ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുന്നു. സന്തോഷം. താങ്ക് യു. താങ്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ നല്ലൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ താമസിക്കുന്ന കുറ്റിച്ചിറ എന്ന് പറയുന്ന പ്രദേശം ബീച്ചുമായിട്ടൊരു 500 മീറ്റർ അകലെയാണ്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാണെങ്കിൽ സമയം ചിലവഴിക്കാനായിട്ട് ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു പേപ്പർ കൈറ്റ് പറത്താനുള്ള ഒരു അവസരം ഉണ്ടായി. ഈർക്കിളി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള അത് പറത്തുന്ന സമയത്ത് ഭയങ്കര ഒരു ആനന്ദം. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു. ചില സമയത്ത് അത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ മൂക്ക് കുത്തി താഴെ വീഴുന്നു. അതിൻ്റെ റോപ്പ് ശരിയാക്കിയിട്ട് വീണ്ടും പറത്തുന്നു. വല്ലാത്തൊരു അനുഭൂതി ചെറുപ്പത്തിൽ കിട്ടി. പ്രത്യേകിച്ച് കയറ്റുമായിട്ടൊരു ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് NSSൻ്റെയും NCCൻ്റെയും പ്രവർത്തനങ്ങളുമായിട്ട് ഫറൂഖ് കോളേജിൽ ചെയ്യുന്ന സമയത്ത് മൂന്നാറിൽ വെച്ചിട്ട് പാരാഗ്ലൈഡിങ് പറക്കാനുണ്ടായൊരു അനുഭവം ഉണ്ടായി. കൈറ്റിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് പാരാഗ്ലൈഡിങ്, പാരാമോട്ടോർ, കൈറ്റ് സർഫിങ്, സ്കൈ ഡൈവിങ് ഒക്കെ. ആ ഒരു അനുഭവം ഉണ്ടായപ്പം കൈറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പുതിയ തലമുറക്ക് വിനോദസഞ്ചാരവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറയുന്ന സുഹൃത്തുക്കളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം 28 സ്റ്റേറ്റുകളിലും കടലോര പ്രദേശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൺ ഇന്ത്യ കൈറ്റും രൂപീകരിച്ചത്. ബീച്ചുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ വീടിൻ്റെ സൗകര്യം തന്നെയാണ് പട്ടത്തിലേക്ക് എന്നെ ആകർഷിച്ചത്. ഇപ്പോൾ താങ്കൾ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് 193 രാജ്യങ്ങളിൽ പ്രവർത്തന പരിധിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൈറ്റിൻ്റെ പ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ. ഈ ഒരു സ്ഥാനലബ്ധിയിലേക്ക് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പട്ടം എന്ന് പറയുന്ന സ്പോർട്സ് ഇനം കണ്ടുപിടിച്ചത് ചൈനയാണ്. ചൈന കേന്ദ്രമായിക്കൊണ്ടാണ് കൈറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. നമ്മൾ ഫുട്ബോളിൻ്റെ മക്ക എന്നെല്ലാം പറയുന്ന പോലെ തന്നെ കൈറ്റിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് ചൈനയിലെ വൈഫാങ് എന്ന് പറയുന്ന ഒരു നഗരമാണ്. അതിൻ്റെ മേയറും അവിടുത്തെ ഭരണാധികാരികളും എല്ലാവരും അന്താരാഷ്ട്ര തലത്തിൽ കൈറ്റിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ 42 വർഷങ്ങൾക്ക് മുന്നേ രൂപീകരിച്ചത്. ചൈനയിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന വേൾഡ് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷനാണ്. 2013 മുതൽ എല്ലാ വർഷവും ഇന്ത്യൻ പ്രതിനിധിയായിട്ട് നമ്മുടെ വേൾഡ് കൈറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ 3 തവണ നമുക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അവരുമായിട്ടുള്ള നിരന്തരം സമ്പർക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കൈറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രതിനിധി വേണം എന്നവർ നമ്മോട് ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമാണ് ഈ പ്രവർത്തന രംഗത്ത് കൂടുതൽ മാറ്റങ്ങളുണ്ടായത്. ഈ വർഷം 2024 ഏപ്രിലിൽ കൂടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 33 അംഗങ്ങളാണുള്ളത്. അമേരിക്കയും UK-യും ഓസ്ട്രേലിയയും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളിൽ മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, കംബോഡിയ ഇവിടെ നിന്നെല്ലാം ഉള്ള പരമ്പരാഗതമായിട്ടുള്ള പട്ടം പറത്തുന്ന പ്രതിഭാശാലികളെ അവർ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു എക്സിക്യൂട്ടീവിലേക്ക് എടുക്കുന്നത്. എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷനുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പൂർണ്ണമായിട്ടും ഉതകും എന്നുള്ള രീതിയിലാണ് ഈ സ്ഥാനലബ്ധി ഉണ്ടായിട്ടുള്ളത്. ഈ കൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ചെയ്യാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ടൂറിസം ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കൈറ്റിൻ്റെ സാധ്യതകൾ? തീർച്ചയായിട്ടും ചൈന കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ത്യയിലാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ജനസംഖ്യ തന്നെയാണ്.
ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം. ഇപ്പം നമ്മൾ ട്രക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിലും എല്ലാം എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് ആണ്. ബീച്ച് കേന്ദ്രമായിക്കൊണ്ട് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ബീച്ച് തുടങ്ങിയിട്ട് വെസ്റ്റ് ബംഗാൾ വരെയുള്ള ഏകദേശം ഒരു 6500 കിലോമീറ്ററോളം കോസ്റ്റൽ ഏരിയ ഉണ്ട്. നല്ലവണ്ണം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ലഭിക്കുന്ന കാറ്റും അറബിക്കടലിൽ ലഭിക്കുന്ന കാറ്റും സുലഭമായ കാറ്റാണ് പട്ടം പറത്താനുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ഇന്ധനം. ഇന്ത്യയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പട്ടം പറത്തുന്ന ജനവിഭാഗങ്ങൾ, കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ളവരെ പുതിയ കാലഘട്ടത്തിൽ പട്ടം പറത്തലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അതിനോടൊപ്പം തന്നെ വെല്ലുവിളി എന്തെന്ന് വിചാരിച്ചാണ് ഇന്ത്യയിൽ പട്ടം പറത്തുന്ന മത്സരങ്ങളില്ല. മത്സരങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു മേഖല വളർന്നു വരിക. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അതിനുള്ള തയ്യാറെടുപ്പിലും അതിൻ്റെ ഒരു പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ബേപ്പൂർ ഫെസ്റ്റ് പോലുള്ള കേരളത്തിലെ ടൂറിസം ഫെസ്റ്റുകളിലൊക്കെ കൈറ്റ് ഒരു വലിയ സാന്നിധ്യമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിൻ്റെ വിപുലീകരണം എങ്ങനെയാണ് താങ്കൾ വിഭാവനം ചെയ്യുന്നത്? ടൂറിസം മേഖലയിൽ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ കൈറ്റിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാനും ഒരു ഫെസ്റ്റിവലിൽ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുവാനാണ് പറ്റുന്നത് നമുക്ക്. ബേപ്പൂർ ഫെസ്റ്റിവൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ അവലംബിച്ച രീതി എന്ന് പറയുന്നത് കൊറോണ കാലഘട്ടത്തിൽ നാഷണൽ കൈറ്റ് ഫ്ലൈസിനെ കൊണ്ടുവരികയും കൊറോണയ്ക്ക് ശേഷം ഇൻ്റർനാഷണൽ കൈറ്റ് ഫ്ലൈസിനെ കൊണ്ടുവരികയും ചെയ്തു. ഇവർ നമ്മുടെ നഗരത്തിൽ വരികയും കൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടുകയും ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടുള്ള ബന്ധം, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ കേരളം, മലബാർ, കോഴിക്കോട് കാണാനും വീണ്ടും പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കഥകളെല്ലാം കേൾക്കുമ്പം അവരുടെ സുഹൃത്തുക്കളെ കേരളത്തെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ കൈറ്റ് ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ് നടക്കുന്നത്. 36 വർഷമായിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ കേരളത്തിലെ ബേപ്പൂരാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിലൂടെ കേരള ടൂറിസം കൊടുക്കുന്ന പ്രമോഷൻ കണ്ടിട്ട് വിദേശത്തുള്ള യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും കേരളത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. ഈ വിദേശ ടൂറിസ്റ്റുകളുടെ കടന്നു വരവാണ് നമുക്ക് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്നത്. ഈ കൈറ്റിൻ്റെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കുറേ കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊന്ന് നമ്മുടെ ആളുകളും ശ്രോതാക്കളുമായിട്ട് വന്ന് കൈറ്റിൻ്റെ മേഖലയിൽ ഞങ്ങളുടെ ഫെഡറേഷൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാണെങ്കിൽ 100% മാറ്റമാണ്. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈർക്കിളി കൊണ്ടും കടലാസ് കൊണ്ടും ഉണ്ടാക്കിയ പട്ടം മുതൽ നമ്മൾ യുദ്ധവിമാനങ്ങൾ കപ്പലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വേഗത കുറക്കാൻ അതിൻ്റെ പിന്നിൽ വലിയ റൗണ്ട് ഷേപ്പിലുള്ള പട്ടങ്ങൾ വെച്ചിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ജനങ്ങൾക്കും യുവതിയുവാക്കൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കായികം ഇനം എന്ന് പറയുന്നത് സ്കൈ ഡൈവിംഗ് ആണ്. ഇപ്പം ദുബായ് പോലുള്ള വലിയ നഗരങ്ങളിൽ ചെറിയ വിമാനത്തിൽ പോയിട്ട് അതിൽ നിന്ന് പാരച്യൂട്ടിൽ താഴോട്ട് ചാടുക, ഒരു 10,000 അടിയിൽ നിന്ന് ചാടുന്ന ഒരു കായിക വിനോദത്തെ സ്കൈ ഡൈവിംഗ് എന്നാണ് പറയുന്നത്. അത് ഈ കൈറ്റിൻ്റെ മറ്റൊരു വിഭാഗമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കടലിൽ നമ്മൾ ചെയ്യുന്ന കൈറ്റ് സർഫിംഗ് ഉണ്ട്. അതിപ്പം പാരീസ് ഒളിമ്പിക്സിൽ ഒരു കായിക ഇനമായിട്ട്, പ്രദർശന ഇനമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ കൈറ്റ് സർഫിംഗ് എന്ന് പറയുന്നത് യുവതിയുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആനന്ദം ലഭിക്കുന്ന ഒരു മത്സരം ലഭിക്കുന്ന ഒരു ഇനമാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരാശരി സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മുടെ ആകാശത്ത് നമുക്ക് ഒരു 200 അടി ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന പാരാസെയിലിംഗ്. അത് നമുക്ക് കരയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീപ്പിൽ നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ ഉയരത്തിൽ പറക്കുന്ന ഒരു ഇനമാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സ്പോർട്സ് കൈറ്റുകൾ, അതിന് 2 ലൈൻ എന്നാണ് പറയുന്നത്. ആ കൈറ്റുകൾ പ്രത്യേകിച്ചും ടീനേജേഴ്സിന് ഒരു ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു പവർ കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 10ഓളം ഇനങ്ങളുണ്ട്. ഈ കൈറ്റിൻ്റെ കൈറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചിലപ്പോഴൊക്കെ അപകട വാർത്തകൾ വരാറുണ്ട്. കൈറ്റിൻ്റെ നൂല് കഴുത്തിൽ കുരുങ്ങിയ ആളുകൾ മരിച്ചു എന്നുള്ളതൊക്കെ. ഇതിന് നമുക്ക് എന്ത് മുൻകരുതലാണ് എടുക്കാൻ വേണ്ടി കഴിയും? തീർച്ചയായിട്ടും
കൈറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്തുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷനും നാഷണൽ കൈറ്റ് ഫെഡറേഷനും നിർബന്ധിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ പരമ്പരാഗതമായിട്ട് പട്ടം പറത്തുന്ന പൊതുജനങ്ങൾ അവർ മാഞ്ച എന്ന് പറയുന്ന നമ്മുടെ കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ട് റോപ്പിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്. ഈ കൈറ്റിൻ്റെ ഈ നൂല് കൊണ്ട് മറ്റുള്ളവരുടെ പട്ടം പൊട്ടിക്കാനുള്ള ഒരു പ്രവണത ഇന്ത്യയിലുണ്ട്. ഇതിനെ പരമ്പരാഗതമായിട്ട് പറയുന്ന ഫൈറ്റർ കൈറ്റ് എന്നാണ് പറയുന്നത്. ഈ അപകട സാധ്യത എല്ലാ വർഷവും കൂടിക്കൂടി വരുന്നത് കണ്ടിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഈ മാഞ്ച എന്ന് പറയുന്നത് ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. എന്നാലും ചില ഗ്രാമപ്രദേശങ്ങളിൽ ഈ പട്ടം പറത്തൽ പരിപാടി നടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് മാഞ്ചയുടെ വിൽപ്പന, നൂലിൻ്റെ വിൽപ്പന ആദ്യം തടയുകയും പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ച പോലെ ബൈക്കിൽ സഞ്ചരിക്കുന്നവരുടെ കഴുത്ത് മുറിഞ്ഞിട്ട് വർഷം മിനിമം 5 പേരെങ്കിലും നോർത്ത് ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. ഇതിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ നൂലിൻ്റെ ഉപയോഗം തന്നെ നിരോധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 90% അപകടങ്ങൾ കുറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് പറത്തുന്ന പട്ടത്തിൻ്റെ നൂല് പക്ഷികളുടെ ചിറകിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പക്ഷികൾക്ക് ചില സമയത്ത് അതൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അപ്പം പട്ടം പറത്തുന്ന ഏരിയയിലുള്ള ഇതുപോലത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെയധികം പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് എല്ലാ പട്ടം പറത്തുന്ന ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രഥമ ഇന്ത്യക്കാരനാണ് താങ്കൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ 193 രാജ്യങ്ങളിൽ 33 പ്രതിനിധികളാണ് ഈ കമ്മിറ്റിയിലുള്ളത്. അതിൽ കടന്നു നിന്നുള്ള പ്രഥമ ഭാരതീയൻ എന്നുള്ള നിലക്ക് താങ്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ ഈ കൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ കഴിഞ്ഞ 42 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ചില മാതൃകകളുണ്ട്, പ്രൊജക്റ്റുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് എല്ലാ സ്റ്റേറ്റുകളിലും അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ട് ഒരു ഉന്നത നിലവാരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, പാലിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ നമുക്ക് കേരളവും ഗുജറാത്തും ഡൽഹിയും രാജസ്ഥാനും 4-5 സ്റ്റേറ്റുകളിൽ നമ്മുടെ സംഘടന സജീവമായിട്ടുള്ളൂ. ഈ മറ്റു എല്ലാ സ്റ്റേറ്റുകളിലും ടൂറിസം മിനിസ്ട്രിയുമായി ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഫെസ്റ്റിവലുകളിൽ കൈറ്റ് ഫെസ്റ്റിവൽ ഉൾക്കൊള്ളിക്കുക ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് അടുത്തൊരു 10 മാസത്തിനുള്ളിൽ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിൽ ഇതിന് മത്സരങ്ങൾ സംഘടിപ്പിക്കാം. മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്താണ് ഒരു മേഖല ആരോഗ്യകരമായിട്ട് വളരുകയുള്ളൂ. കേന്ദ്ര സർക്കാർ സ്പോർട്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ പട്ടം പറത്തുന്ന ഒരു കായിക ഇനമായി ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്ന രൂപത്തിൽ ഇന്ത്യയിൽ വളർച്ച ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്താരാഷ്ട്ര സാഹിത്യ നഗരമായി കോഴിക്കോട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മധുരത്തിൻ്റെ നഗരമാണ്, രുചിയുടെ നഗരമാണ്, സാംസ്കാരികമായി വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട്. ആ കോഴിക്കോടാണ് നിങ്ങൾ ഈ താങ്കളുടെ നേതൃത്വത്തിൽ വൺ ഇന്ത്യ കൈറ്റ് ടീം സ്ഥാപിതമാവുകയും അതിന് പ്രവർത്തനങ്ങൾ, ഈ വൺ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് ഉരു നിർമ്മാണമാണ്. ഉരു നിർമ്മിക്കുന്നത്, ഉരു കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്നത് പട്ടത്തിൻ്റെ മറ്റൊരു രൂപം ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പായ്ക്കപ്പലുകളായിരുന്നു. കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് അറേബ്യൻ രാജ്യങ്ങളുമായിട്ടും ചൈനയുമായിട്ടും എല്ലാം വ്യാപാരബന്ധം ഉണ്ടായിരുന്നത് പായ്ക്കപ്പലിലൂടെയാണ്. ഇതിൻ്റെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ വൺ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ എല്ലാ മെമ്പേഴ്സും 90% അംഗങ്ങളും കോഴിക്കോട് കേന്ദ്രമായിട്ടാണ് ഒരു ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും. കോഴിക്കോട് ബീച്ചും ബേപ്പൂര് ബീച്ചും കാപ്പാട് ബീച്ചുമായിട്ടുമെല്ലാം ഒരു കോറിഡോർ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തലമുറക്കും ടൂറിസ്റ്റുകൾക്കും കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു അനുഭവം പങ്കുകൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പട്ടത്തെ നമുക്ക് ജനകീയമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
തീർച്ചയായിട്ടും പട്ടം നിർമ്മാണം, പട്ടം പരിശീലനം, പട്ടം പറത്തൽ, പട്ടത്തിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ്, പട്ടത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ, ഒരു വിപുലമായിട്ടുള്ള ഒരു സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. വൺ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല മലബാറിലേക്കും കേരളത്തിലേക്കും ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഓൾറെഡി ചില ഭാഗങ്ങളിലുണ്ട്. കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് കോഴിക്കോട്ടെ നല്ലവരായ ജനങ്ങളും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ തരുന്ന പ്രോത്സാഹനമാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ഒരു ഇന്ധനം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ്റെ നേതൃത്വം ഭാരവാഹികൾ വരും വർഷങ്ങളിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യ സന്ദർശിക്കാൻ വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലുള്ള വിപണി സാധ്യത മനസ്സിലാക്കിയിട്ടാണ് കൈറ്റിൻ്റെ. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര കൈറ്റ് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് സു ലെയ്ക്കും, ഞങ്ങൾ പ്രസിഡൻ്റ് എന്നല്ല പറയുക, ചെയർമാൻ എന്നാണ് പറയുക, സു ലെയ്ക്കും, അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡൻറ്റ് ജർമ്മൻകാരനായിട്ടുള്ള ഡോക്ടർ ഹാൻസും ഈ വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കുകയും അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ടൂറിസം മിനിസ്റ്ററും മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയുണ്ട്. പുതിയ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിലും കോളേജ് യൂണിവേഴ്സിറ്റികളിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷാവസാനം ഇൻ്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ്റെ ഭാരവാഹികളുടെ ഇന്ത്യയിലേക്കുള്ള ഒരു കടന്നുവരവ് ആഘോഷപൂർവ്വം ആഘോഷിക്കാനാണ് ഓൾ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ ആഗ്രഹം. നിരവധി ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഈ പട്ടം പറത്തലുമായി കൈറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ? ഇതിലേറ്റവും കൂടുതൽ പലതരത്തിലുള്ള ക്യാമ്പയിനുകളും ലോകത്ത് വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ക്യാൻസർ ദിനം ആചരിക്കുന്ന സമയത്ത് കോഴിക്കോട് ബീച്ചിൽ മേയറുടെ നേതൃത്വത്തിൽ ഒരു പട്ടം പറത്തൽ പരിപാടി നടത്തിയപ്പോൾ പൊതുജനങ്ങളും കുട്ടികളും വളരെ ആവേശത്തോടു കൂടി ക്യാൻസറിനെ നമുക്ക് പേടിക്കേണ്ട, നമുക്കതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഓട്ടിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഓട്ടിസം ദിനം ആചരിക്കാറുണ്ട്. മൂന്നാമതായിട്ട് രക്തദാനം, പെയിൻ ആൻഡ് പാലിറ്റീവ് കോഴിക്കോട് നഗരത്തിൻ്റെ നല്ല രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തന മേഖലയിലുള്ള എല്ലാ സംഘടനകൾക്കും വേണ്ടിയിട്ടും നടത്തിയിട്ടുണ്ട്. ലയൺസും റോട്ടറി ക്ലബ്ബുകളും പോലെയുള്ള സംഘടനകൾ ജലസംരക്ഷണത്തിനെ കുറിച്ചിട്ടൊരു പട്ടം പറത്തൽ പരിപാടി നടത്തിയിട്ടുണ്ട്. ഡോക്ടർ കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ ഹാർട്ട് ഡേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡയബറ്റിക്സ്. തീർച്ചയായിട്ടും പട്ടം എന്ന് പറയുന്നത് സിംബോളിക്കായിട്ട് നമ്മുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള, പോസിറ്റീവായിട്ട് പ്രചരിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പട്ടം പറത്താൻ കിട്ടുന്ന അവസരം അവർ ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. കോഴിക്കോട് സാഹിത്യ കുലപതികളുടെ നഗരമാണ്. സിനിമ രംഗത്തെ അധികാരന്മാരുടെ നഗരമാണ്. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായിരുന്നു. അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടത്. വളരെ വ്യത്യസ്തമായൊരു വഴിയിലൂടെയാണ് അങ്ങ് സഞ്ചരിച്ചത്. അങ്ങ് കൈറ്റ് ആരും പ്രവേശിക്കാത്തൊരു മേഖലയാണ് ഈ പട്ടം പറത്തൽ എന്നുള്ളത്. ഒരു കാലത്ത് പട്ടം പറത്തൽ എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിക്കളിയാന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ ഗൗരവമായ തലത്തിലേക്കാണ് അങ്ങ് നയിച്ചിട്ടുള്ളത്. വേൾഡ് കൈറ്റ് ഫെഡറേഷൻ്റെ ലോകത്തിലെ എക്സിക്യൂട്ടീവിലെ 33 അംഗങ്ങളുള്ള ഒരാളായിട്ടാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. വളരെയധികം സന്തോഷകരമായ ഒരു സാഹചര്യമാണുള്ളത്. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.